ICDസിന് സ്പെഷ്യൽ പാക്ക് ഉണ്ട്, സ്പെഷ്യൽ നോട്ടിലുണ്ട്, സ്പെഷ്യൽ സ്റ്റഡി നോട്ടിലുണ്ട്. കുറേ പേർക്ക് നമുക്ക് വീഡിയോസ് ഒന്നും ഇരുന്ന് കാണാനുള്ള ക്ഷമ കാണത്തില്ല. സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജിയിലും ഹോം സയൻസിലും ബിരുദവും ബിരുദാനന്തര ബിരുദമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, വരും കാലയളവിൽ വരാനിരിക്കുന്ന ഏറ്റവും ഗ്രാൻഡ് നോട്ടിഫിക്കേഷൻസ് ആണ് CDPO നോട്ടിഫിക്കേഷൻ, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ നോട്ടിഫിക്കേഷൻസ്. ആ വ്യക്തികളെ കാത്തിരിക്കുന്ന അതിനുശേഷം അടുത്ത കേരള ബേസിലെ നോട്ടിഫിക്കേഷൻ വരുന്നത് ICD സൂപ്പർവൈസർ എന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് മുമ്പിൽ ഈ ഞാൻ പറഞ്ഞ റെസ്പെക്റ്റീവ് സബ്ജക്ട്സിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്നത് സുവർണ്ണ കാലഘട്ടമാണ്. ഇനി നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇടുന്നതിനുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് നമുക്ക് ആ നോട്ടിഫിക്കേഷൻസ് വരാനിരിക്കുന്ന ICDS CDPO നോട്ടിഫിക്കേഷൻസിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒന്ന് വിലയിരുത്താം. നിങ്ങൾ CDPO ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി ആൻഡ് സൈക്കോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഈ ബിരുദമുണ്ട്, ബിരുദാനന്തര ബിരുദം PG ഉണ്ടെങ്കിൽ CDPO നോട്ടിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇതിനുശേഷം നിങ്ങളെ കാത്തിരിക്കുന്ന ഈ സെയിം വ്യക്തികളെ കാത്തിരിക്കുന്നത് ICDS നോട്ടിഫിക്കേഷൻസ് ആണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യോളജി, സോഷ്യൽ വർക്ക്, ഹോം സയൻസ് ആൻഡ് സൈക്കോളജി. അതായത് നിങ്ങൾക്ക് CDPO എഴുതുന്ന എല്ലാ വ്യക്തികൾക്കും ICDS എഴുതാം. പക്ഷെ വേറെ പ്രശ്നം എന്ന് പറയുന്നത് ICDS ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാ വ്യക്തികൾക്കും CDPO എഴുതാൻ പറ്റത്തില്ല, കാരണം അതിന് മാസ്റ്റേഴ്സ് വേണം. അപ്പോൾ ഈ സെക്ഷനിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ സമയമായെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ICDS സൂപ്പർവൈസർ എന്ന പോസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് കൊടുത്ത എൻട്രി ആപ്പിൽ ഇപ്പോൾ ഏറ്റവും സൂപ്പർ ക്ലാസ് തന്നെ CDPOയ്ക്കും ICDSനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ICDS സൂപ്പർവൈസറിനും CDPOയ്ക്കും സ്പെഷ്യൽ പാക്കുകളും ഉണ്ട്, കമ്പൈൻഡ് പാക്കും ഉണ്ട്. നിങ്ങൾക്ക് ഒരുമിച്ചും പഠിക്കാം, വെവ്വേറെ വെച്ച് പഠിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും ഒരുമിച്ച് പഠിക്കാനാണ്. സിലബസ് ഒക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ നിങ്ങൾ CDPOയ്ക്ക് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ICDS നോക്കി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രണ്ടും നിങ്ങൾക്ക് ഒറ്റ പ്രിപ്പറേഷനിൽ ക്രാക്ക് ചെയ്യാനുള്ള ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ICDS സൂപ്പർവൈസറിൻ്റെ ബെസ്റ്റ് ക്ലാസ് എന്തുകൊണ്ടാണ് എൻട്രി എന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ നോക്കുക, ഈ ചാനലിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും സൂപ്പർ റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് കൊടുത്തിട്ടുള്ളത് എൻട്രി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് യൂട്യൂബ് അടിച്ച് നോക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ അടിച്ച് നോക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ആപ്പ് ഉണ്ട്, ആപ്പിനകത്ത് കയറി നോക്കുക. നിങ്ങൾക്ക് അവിടെ കാണാം, ടെസ്റ്റിമോണീസ് കാണാം, അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീഡ്ബാക്കുകൾ കാണാം, പല കാര്യങ്ങളും കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാൻ പറ്റും. നമ്മുടെ ICDS സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് നമ്മുടെ ക്ലാസ്സിൽ കൊടുത്ത യൂസേഴ്സ് ഇഷ്ടംപോലെ പേരുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും കാണാം, ചോദിച്ചു നോക്കാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ തന്നെയാണ് ICDS സൂപ്പർവൈസറിന് എൻട്രിയിൽ പ്രൊവൈഡ് ചെയ്തത്. ഇനി അതിനു മുമ്പ് അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളൊക്കെയാണ് ഏകദേശം സിമിലർ പേ സ്കെയിലും കാര്യങ്ങളൊക്കെയാണ് CDPOയ്ക്ക് 35,000 to 75,000 വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഒരു ലീഡിംഗ് പൊസിഷനാണ് കേട്ടോ. ഓക്കെ, ICDS സൂപ്പർവൈസറും അതുപോലെ CDPO എന്ന് പറയുന്ന ലീഡിംഗ് പൊസിഷൻ പോസ്റ്റുകളാണ്. സോ ഈ പോസ്റ്റുകൾ മേൽപ്പറഞ്ഞ ബിരുദത്തിലുള്ള വ്യക്തികളാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് മിസ്സാക്കാൻ പാടില്ല. ഇനി എൻട്രിയിൽ കൊടുക്കുന്ന ഈ ഒരു കോഴ്സ് ഫീച്ചർ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, ബേസ് തൊട്ട് പഠിച്ചു തുടങ്ങണം. എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠിച്ചു തുടങ്ങരുത്, കാരണം നിങ്ങൾക്ക് തെറ്റിപ്പോവും, നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല, യു വിൽ ലൂസ്. ഓക്കെ, നിങ്ങൾ ഉറപ്പായിട്ടും പരാജയപ്പെട്ടു പോകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യകതയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും പഠിച്ചു തുടങ്ങണമെങ്കിൽ നമുക്ക് വേണ്ടത് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. എൻട്രിയിൽ ഏറ്റവും ബെസ്റ്റ് ICDS സൂപ്പർവൈസർ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി CDPOയുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് അതിനുമുമ്പ് കോഴ്സ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ബേസ്ഡ് വീഡിയോ ക്ലാസ്സുകൾ. സ്റ്റഡി പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും. ആ പ്ലാനെ ബേസ് ചെയ്തിട്ട് Day 1, Day 2, Day 3 എന്ന ലെവലിലാണ് നമ്മുടെ ആപ്പിനകത്ത് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഓക്കെ, Day 1 ഇത്ര സബ്ജക്റ്റുകൾ പഠിക്കണം, Day 2 ഇത്ര സബ്ജക്റ്റുകൾ പഠിക്കണം. ഇങ്ങനെ ഓരോ ഡേയ്സും കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 5 days കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഈ റിവിഷൻ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്തി എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് അവിടെ ആൻസറും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് അതിൻ്റെ സ്വന്തം വിലയിരുത്തുകൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്രിറ്റിസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയവും അതിലുണ്ട്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, മോക്ക് എക്സാംസ് കൊടുക്കുന്നുണ്ട്, ലൈവ് എക്സാംസ് കൊടുക്കുന്നുണ്ട്, PVQ അനാലിസിസ്, സ്പെഷ്യൽ പാക്കുകൾ ഫോർ ഈച്ച് കോഴ്സസ്. ICDSന് സ്പെഷ്യൽ പാക്കുണ്ട്, സ്പെഷ്യൽ നോട്ടിലുണ്ട്, സ്പെഷ്യൽ സ്റ്റഡി നോട്ടിലുണ്ട്. കുറേ പേർക്ക് നമുക്ക് വീഡിയോസ് ഒന്നും ഇരുന്ന് കാണാനുള്ള ക്ഷമ കാണത്തില്ല. അപ്പോൾ ആ ഒരു
സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് സ്റ്റഡി നോട്ടുകൾ അവൈലബിൾ ആകും, വീഡിയോ ക്ലാസ്സുകളുടെ PDF നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എല്ലാം കൊടുക്കുന്ന കംപ്ലീറ്റ് ഫീച്ചേഴ്സാണ് ഈ ഒരു പാക്കിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ കോഴ്സിൽ നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. പഠിച്ചു തുടങ്ങേണ്ട ആവശ്യകത ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കാണാം, ഇപ്പോഴേ തുടങ്ങണം. ഏത് എക്സാം എടുത്ത് നോക്കിയാലും, LPUP എടുത്ത് നോക്കിയാലും, HS എടുത്ത് നോക്കിയാലും, ഈവൻ ICDS സൂപ്പർവൈസർ നിങ്ങളുടെ CDPO പോസ്റ്റിൽ എടുത്ത് നോക്കിയാലും എൻട്രി എപ്പോഴും എൻട്രിയുടെ അധ്യാപകർ വന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. 2 വർഷമോ 1 വർഷമോ കഴിഞ്ഞിട്ട് എക്സാം ആയിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ മാത്രമേ റാങ്ക് ലിസ്റ്റ് ഇടം നേടിയിട്ടുള്ളൂ. കഴിഞ്ഞ LPക്ക് 1500 റാങ്ക് വന്നു. എങ്ങനെ? നേരത്തെ പഠിച്ചു തുടങ്ങിയവർ. അപ്പം അത്രയും ബെസ്റ്റ് ക്ലാസ്സിൽ കൊടുക്കുന്നത് എൻട്രിയിൽ മാത്രമാണ്. സോ ജോയിൻ എൻട്രി ആപ്പ് ഇഫ് യു വാണ്ട് ടു ജോയിൻ ICDS സൂപ്പർവൈസർ ഓർ CDPO നോട്ടിഫിക്കേഷൻസ്. യു ഹാവ് ടു ജോയിൻ ദ എൻട്രി ആപ്പ്. സോ കോഴ്സിന് ജോയിൻ ചെയ്യാൻ മറക്കണ്ട, ക്ലാസ്സുകൾ ഇപ്പോഴേ പഠനം ആരംഭിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് റാങ്ക് ഹോൾഡർ അല്ലെങ്കിൽ റാങ്ക് എന്ന ചരിത്രത്തിലേക്ക് ICDS സൂപ്പർവൈസർ CDPO എന്ന റാങ്ക് ഹോൾഡർ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ജോയിൻ.